പരിശുദ്ധ ദൈവമേ, അല്പസമയം ഞങ്ങളുടെ പാതകളിരിക്കട്ടെ. അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. അവിടെ ഞങ്ങളോട് സംസാരിക്കണം. കർത്താവേ, ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ഇന്ന് രാത്രി ഞങ്ങളുടെ സമാധാനത്തോടെ പറഞ്ഞേക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ദൈവത്തിന്റെ നാമവാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പിന്നെയും ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നടത്തിക്കുന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച് എന്ന ദൈവമായ പ്രാർത്ഥിക്കുകയും ചെയ്യും. നമ്മളൊരു ചെറിയ കുടുംബമായി ഇന്ന് രാത്രിയും നാം ഇവിടെ വന്നിരിക്കുന്നു. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്? പല കാര്യങ്ങളൊക്കെ പല കാരണങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. എന്നാൽ എന്തിനാണ് ഈ രാത്രി ഇങ്ങനെ കഷ്ടപ്പെട്ട ഫോട്ടോഗ്രാഫി കൊടുത്ത് അല്ലെങ്കിൽ നടന്നു ഈ ഇവിടെ വന്ന് ആരാധിക്കുന്നില്ലേ? വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുന്നില്ലേ? ചോദ്യവും വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പിന്നെ എന്തിനാണ് നമുക്ക് ദേവാലയത്തിൽ അല്ലെങ്കിൽ രാത്രി നമ്മള് വീട്ടിലിരുന്ന ആ വീട്ടിലുള്ളവരെ പള്ളി തന്നെ എന്തിനാണ് പള്ളിയിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ നടന്ന് പ്രാർത്ഥിച്ചാൽ വേറെ പുസ്തകമുള്ള നോക്കാം. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. ആദ്യം എഴുതുന്നത് വായിക്കുന്ന ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ കണ്ണ് തുറന്നിരിക്കുകയും എന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ കണ്ണ് തുറന്നിരിക്കുകയും എന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. വളരെ വളരെ പ്രധാനപ്പെട്ടതായ ഒരു ചിന്ത. എന്തിനാണ് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നത്? ഇതിന്റെ പശ്ചാത്തലം നമുക്ക് നന്നായിട്ട് അറിയാം. എന്താണ് പശ്ചാത്തലം? ശലോമോൻ ദേവാലയം പണി പൂർത്തീകരിച്ച് ദേവാലയത്തിന്റെ പണികളെല്ലാം പൂർത്തീകരിച്ച് പ്രതിഷ്ഠ നടത്തുവാനായിട്ടിരിക്കുന്ന സമയം ഇതാ ദൈവം ശലോമോന് പ്രത്യക്ഷനായി. ദൈവം ശലോമോന് പ്രത്യക്ഷനായി ദൈവത്തിന്റെ ഇമ്പമേറിയ ശബ്ദം ശലോമോൻ കേട്ടു. അതിന്റെ 11-ാമത്തെ വാക്യം മുതൽ നാം നോക്കുമ്പോൾ 12-ാമത്തെ വാക്യം അതിനുശേഷം യഹോവ രാത്രി ശലോമോന് പ്രത്യക്ഷനായി അവനോട് അരുളി ചെയ്തത് എന്നാൽ ശലോമോൻ ദേവാലയം പണിതിട്ട് വീട്ടിലല്ല പോയി കിടക്കുന്നത്. അവൻ ആ ദേവാലയത്തിൽ തന്നെ കിടക്കുകയാണ്. ആ ദേവാലയത്തിൽ ഇരുന്നതായ ശലോമോന് ദൈവം പ്രത്യക്ഷനായി ശലോമോനോട് പറയുന്ന കാര്യമാണ് 12-ാമത്തെ വാക്യം. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് ഈ സ്ഥലം എനിക്ക് യാഗത്തിനുള്ള ആലയമായിട്ട് പ്രധാനപ്പെട്ടതായ 2 യാഗങ്ങളെ പുതിയ നിയമം എടുത്തു പറയുന്നു. പഴയ നിയമത്തിൽ അത് ധാരാളം യാഗങ്ങളുണ്ട്. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ 2 യാഗങ്ങളെ എടുത്തു പറയുന്നു. എന്തൊക്കെയാണ് യാഗങ്ങൾ? 1 സ്തോത്രയാഗം, 2 പാപയാഗം. ഇവിടെ പുതിയ നിയമത്തിന്റെ വിശ്വാസികളായിരിക്കുന്ന നമുക്ക് ദൈവം നൽകുന്ന ആലോചന എന്തിനാണ് ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത്? ഈ സ്ഥലം യാഗത്തിനുള്ള ഒരു സ്ഥലമാണ്. പഴയ നിയമത്തിലെ പുതിയ നിയമത്തിൽ നാം നോക്കുമ്പോൾ 2 വിധമായിരിക്കുന്ന യാഗങ്ങളെ കാണാം. പഴയ നിയമത്തിൽ പ്രകൃതിയാകുന്ന യാഗം ഭൗതികമായിരിക്കുന്ന യാഗവും പുതിയ
നിയമത്തിൽ ആത്മീയമായിരിക്കുന്ന യാഗവുമാണ് കാണുന്നത്. ഈ രണ്ട് യാഗങ്ങളും അർപ്പിക്കപ്പെടുന്നത് പ്രതിഷ്ഠിച്ച് വേർതിരിക്കപ്പെട്ട സ്ഥലത്ത് വെച്ചാണ്. വഴിയിലും പുഴയിലും വീട്ടിലും ഒന്നും യാഗം അർപ്പിക്കാനാണ്. അത് പുതിയ നിയമത്തിലും അതാണ് വ്യവസ്ഥ, പഴയ നിയമത്തിലും തന്നെയാണ് വ്യവസ്ഥ. അതുകൊണ്ടാണ് ദേവാലയം പ്രതിഷ്ഠിച്ച് വേർതിരിക്കപ്പെട്ടതായിരിക്കുന്ന ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കണം എന്ന് പറയുന്നു. അതുകൊണ്ട് അവിടെ പറയുന്നു, ഈ സ്ഥലം എനിക്ക് യാഗത്തിനുള്ള സ്ഥലം. എന്തെല്ലാം യാഗം? ഞാൻ പറഞ്ഞു, പുതിയ നിയമത്തിൽ രണ്ട് യാഗങ്ങളാണ്. അത് ആത്മിക യാഗങ്ങളാണ്. പഴയ നിയമത്തിൽ ഭൗതികമായിരിക്കുന്ന യാഗങ്ങൾ അർപ്പിച്ചുവെങ്കിൽ പുതിയ നിയമത്തിൽ ആത്മിക യാഗമാണ് പുതിയ നിയമം. രണ്ട് യാഗങ്ങളെ കുറിച്ചാണ് പുതിയ നിയമം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ടായിരിക്കുന്ന രണ്ട് യാഗം. ഒന്ന് സ്തോത്രയാഗം, രണ്ട് പാപയാഗം. ദൈവത്തിന് സ്തോത്രം. സ്തോത്രയാഗം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യത്തിനാണ്. ആദ്യം ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മുടെ ജീവനുള്ള ദേശത്ത് ശേഷിപ്പിച്ച അവന്റെ വലിയ സ്നേഹത്തെ ഓർത്ത്, കരുണയെ ഓർത്ത്, നടത്തിപ്പിനെ ഓർത്ത്, കൃപയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രയാകുക. രണ്ടാമത്തത് പാപയാഗം. പാപയാഗത്തിന്റെ പ്രത്യേകത നമ്മുടെ ജീവിതത്തിന്റെ സകല കുറവുകളെയും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനായിട്ടുള്ള ഒരു സ്ഥലമാണ്. പ്രിയമുള്ള ദൈവം, ഈ കാഴ്ചപ്പാടിലാണ് നമ്മുടെ ആരാധനക്രമം. നമുക്കറിയാം, നമ്മുടെ ആരാധനക്രമം നമ്മൾ ആദ്യം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അതിനുശേഷം നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ നമ്മൾ ഈ ആരാധനക്രമത്തെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത് അത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനം. ആ സ്തുതിസ്തോത്രങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചെയ്യുന്നത് നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയും. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ശുശ്രൂഷകൻ എന്ത് ചെയ്യും? പാപവിമോചന അറിയിപ്പ് നൽകും. ഇങ്ങനെയൊക്കെ ഉണ്ട് വേദപുസ്തകത്തിൽ. ചിലർക്കൊന്നും അറിയില്ല. വേദപുസ്തകത്തിലൊക്കെ ചിലർക്ക് അത് അറിയില്ല. ആരാധനയ്ക്ക് നമുക്ക് പ്രധാനപ്പെട്ട 7 ഭാഗങ്ങൾ നമുക്കുണ്ട്. അത് ആരാധനക്രമത്തിന്റെ ചട്ടങ്ങളാണ്. നമുക്കത് വേറെ ഒരു ദിവസം അത് പഠിക്കും. ഇവിടെ നമ്മൾ എന്തിനാണ് ദേവാലയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഞാൻ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോകും. ദേവാലയത്തിൽ വരുന്നത് ദൈവത്തിന്റെ ആത്മാവ് ഈ സ്ഥലം എനിക്ക് യാഗത്തിനുള്ള സ്ഥലമാണ്. നമ്മുടെ പാപയാഗം അർപ്പിച്ച് അതോടുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അടുത്തത് നമ്മുടെ യാഗ വസ്തുക്കളെ ദൈവത്തിന്റെ സമർപ്പിക്കണം. അത് നമ്മുടെ സകലവിധമായിരിക്കുന്ന ആവശ്യങ്ങളും ഭാരങ്ങളും ദുഃഖങ്ങളും അത് നമ്മൾ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഇടം ദേവാലയം. നാം ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് നമ്മുടെ സകലവിധമായിരിക്കുന്ന ഭാരങ്ങളും ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു ഇടമാണ് ദേവാലയം. അതിനു വേണ്ടിയാണ് ദേവാലയത്തിൽ വീണ്ടും നമ്മൾ അത് വായിക്കുമ്പോൾ അതിന്റെ വിശദീകരണം, ഒത്തിരി വിശദീകരണം അതിലേക്ക് കടക്കുന്നില്ല. 15ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുക, ഈ സ്ഥലത്ത് കഴിക്കുന്ന വേറൊരാളുടെ കാര്യമല്ല, സർവശക്തനായ ദൈവം പറഞ്ഞ കാര്യം. ആ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കാര്യമാണ്. ദൈവം പറഞ്ഞു, ഈ സ്ഥലത്ത് വെച്ച് 15ാമത്തെ വാക്യം കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ കണ്ണ് തുറന്നിരിക്കുകയും എന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും. ഇവിടെ ദൈവ സാന്നിധ്യമുണ്ട്. വിശുദ്ധ ദേവാലയത്തിന്റെ അകത്ത് ദൈവ സാന്നിധ്യമുണ്ട്. ദൈവമക്കൾ കൂടി വരുന്ന ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. നിശ്ചയമായിട്ട് വേദപുസ്തകം പറഞ്ഞ 2 പേര് 3 പേര് കൂടിയ 2-3 പേര്. ഇവിടെ ചിലപ്പോൾ 100 ആൾക്കാരുടെ ആരാധന. അവരെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണെന്നും കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരാണെന്നും ഇല്ല. 2
പേരോ 3 പേരോ ഉണ്ടെങ്കിൽ അവരുടെ ആരാധനയെ സൗരഭ്യവാസനയായി സ്വീകരിക്കുവാൻ ദൈവ സാന്നിധ്യം ദേവാലയത്തിന്റെ അകത്താണ്. അതുകൊണ്ട് ഇവിടെ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മൾ 100 പേര് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അപ്പുറമായ ശക്തിയാണ്. അതിനുവേണ്ടിയാണ് ആ ദേവാലയത്തിൽ വരുന്നത്. അത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനങ്ങൾ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ. വേദപുസ്തകം പറയുന്ന ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ഒഴിഞ്ഞു പോകാത്ത, മാറിപ്പോകാത്ത ഒന്നാണ് ദൈവത്തിന്റെ വാഗ്ദത്തം, ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് ദൈവ സാന്നിധ്യം നമുക്ക് ഇവിടെ ഉണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മനുഷ്യരായതുകൊണ്ട്, പാപഭക്തരായിരിക്കുന്ന മനുഷ്യരായതുകൊണ്ട് നമ്മുടെ നോട്ടത്തിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ ഇടപെടലിലും ദൈവത്തോടുള്ള ബന്ധത്തിലും നമ്മുടെ നടപ്പിലും എല്ലാം പാപം ചെയ്യുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെ പാപം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൈവ സാന്നിധ്യം പലപ്പോഴും തിരിച്ചറിയാൻ ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ പ്രാർത്ഥനകളിലൊക്കെ കൂടെ ഉപയോഗിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിയാനായിട്ടുള്ള കൃപ തരണം. നിന്റെ ശബ്ദത്തെ തിരിച്ചറിയാൻ പലർക്കും അതിന് കഴിയില്ല. ദൈവശബ്ദമാണ് കേൾക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തതായ സാധ്യത. ദൈവത്തിന്റെ ആലോചനയാണ് കേൾക്കുന്നത് എന്ന്, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു കൃപ അത് ദൈവം നമുക്ക് ദൈവത്തിന്റെ ഞാൻ പറഞ്ഞത് ദേവാലയം പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ശ്രദ്ധിച്ചിരിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ വരുന്നത് ദൈവം കാണുന്നുണ്ട്, നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം ദൈവം കേൾക്കുന്നുണ്ട്. ദേവാലയത്തിൽ ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് നാം ദേവാലയത്തിൽ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം, പ്രാർത്ഥന. വീണ്ടും 16-ാമത്തെ വാക്യം, എന്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കണമെന്ന് ഞാനിപ്പോൾ അതിനെ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നു. എന്റെ ദൃഷ്ടിയിൽ എന്റെ കുട്ടികളുടെ ഇത്ര ശ്രേഷ്ഠമായ ഒരു ഇടം ലോകത്തിൽ നടക്കുന്നു. ദൈവത്തിന്റെ ദൃഷ്ടിയും ദൈവത്തിന്റെ ഹൃദയവും ദൈവത്തിന്റെ സാന്നിധ്യവും ചെവിയും ശ്രദ്ധിച്ചിരിക്കുന്ന ഇത്ര ശ്രേഷ്ഠമായ ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് പതിവിക്കാം. CSIക്കാർക്ക് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പള്ളികളൊന്നും ടൗണിലുമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ കത്തോലിക്ക പള്ളികളൊക്കെ അധികവും 99% കത്തോലിക്ക പള്ളികളും ടൗണിനോട് ചേർന്ന സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ അവിടെ പകലും മുഴുവനും ആൾക്കാർ അവിടെ പ്രാർത്ഥിക്കുന്നത്. പള്ളി തുറന്നിട്ടിരിക്കും. അവിടെ ആൾക്കാർ ധാരാളം പേര് നമ്മളൊക്കെ പള്ളിയിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ കടക്കടയിലേക്ക് ആ പള്ളിക്ക് പോകുന്നത് അവരിവിടെ വന്ന് പള്ളി തുറന്ന നമുക്ക് ആ പതിവില്ല. പക്ഷേ അതിന്റെ മാധുര്യവും അതിന്റെ ശക്തിയും അതിന്റെ അനുഗ്രഹവും തിരിച്ചറിയുന്നവരാണ്. കാരണം ദേവാലയത്തിനകത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് അത് വലിയൊരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് നാം ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്റെ ദൃഷ്ടിയും എന്റെ ഹൃദയവും എല്ലായ്പ്പോഴും ഇവിടെയിരിക്കും. ദൈവത്തിന് മുകളിൽ പറഞ്ഞത് നമ്മൾ ആദ്യം വായിച്ചത് അവിടെ പറഞ്ഞിരിക്കുന്നത് യാഗത്തിനുള്ള സ്ഥലമാണ്. എന്റെ കണ്ണു തുറന്നിരിക്കുകയും എന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് കഷ്ടത വരുന്നുണ്ടോ, ഒരു വേദന വരുന്നുണ്ടോ, ഒരു പ്രയാസം വരുന്നുണ്ടോ, ഒരു പ്രതികൂലം വരുന്നുണ്ടോ,
ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ഈ രാത്രിയിൽ നമ്മൾ വേറിട്ടിരുന്നോ പൈസ മുടക്കി കഷ്ടപ്പെട്ട് നടന്നു വന്ന് ഈ മലമുകളിൽ ദേവാലയത്തിനകത്ത് ദൈവത്തെ ആരാധിക്കുന്നത് നമുക്ക് ദേവാലയത്തിൽ നിന്ന് ലഭിക്കുന്ന നന്മയല്ലാതെ ഒരു നന്മയും നമുക്ക് എവിടെ ദേവാലയം ശുഷ്കമായിട്ടുണ്ടോ അവിടെ കുടുംബങ്ങൾ ശുഷ്കമായി പോയി, കുടുംബങ്ങൾക്ക് അനുഗ്രഹമില്ലാതെ നന്മയില്ലാതെ പോയിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കുന്നത് വലിയ അനുഗ്രഹം. ഇത് നമ്മളെക്കാൾ കൂടുതൽ പിശാചിനെ അറിയാവുന്നതുകൊണ്ടാണ് ജനത്തെ പിശാചി ആരാധനയെ എന്നാൽ ദൈവത്തിന്റെ സ്തോത്രം. നാം ദൈവസന്നിധിയിൽ കടന്നു വരുന്നത് ഇവിടെ ഒരു ദൈവ സാന്നിധ്യം, ഇവിടെ ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടോ? ആ സാന്നിധ്യം നമ്മുടെ ശബ്ദങ്ങളെ കേൾക്കുന്ന സാന്നിധ്യം, നമ്മളെ അറിയുന്ന കാണുന്ന അവരുടെ ദൃഷ്ടിയും ഹൃദയവും നമ്മുടെ ദൈവം കാണുന്നതിന് നമ്മൾ വരുന്ന ഭാരങ്ങളെ കാണുവാനാണ്, നമ്മൾ വരുന്ന വിധങ്ങളെ കണ്ട് കാണുവാനാണ്. അവിടെ പറഞ്ഞു എന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കും. എന്തിനാണ് ശ്രദ്ധിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥനയുടെ അടക്കം കേൾക്കുക. രണ്ടാമത് പറഞ്ഞത് എന്റെ ദൃഷ്ടിയുടെ അതൊരു വിശാലമായിരിക്കുന്ന അർത്ഥം. ആ ദൃഷ്ടിയുണ്ടായി എന്ന് പറഞ്ഞാൽ അവർ സകലത്തെയും കാണുന്നത് നമ്മൾ ആരാണെന്ന് അവൻ അറിയുന്നു. നമ്മൾ എത്ര മൂടിപ്പൊതിഞ്ഞു വന്നാലും ഒരുപക്ഷെ നമ്മൾ വലിയൊരു വിശ്വാസിയുടെ വേഷം ധരിച്ചാൽ വരുന്നില്ല. നമ്മുടെ അകത്തിരിക്കുന്നവൻ ആരാണെന്ന് കർത്താവിന്റെ ദൃഷ്ടി വിളിക്കുന്നു. വീണ്ടും പറയുന്നത് ഹൃദയം ഇവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് പുറമെ പ്രാർത്ഥിച്ചത് പുറമേ നമ്മൾ പറഞ്ഞെന്ന് വരികയില്ല, പുറമേ ഒരുപക്ഷെ നമുക്ക് ശബ്ദത്തിൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല. പക്ഷെ നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളെ പോലും ഉള്ളതിനെ പോലെ അറിയുന്ന ഒരു ഹൃദയം അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ ഇവിടെ വെച്ച് കഴിക്കുന്ന ഓരോ പ്രാർത്ഥനകളും അത് വൃഥാവായി പോവുകയില്ല എന്ന ദൈവത്തിന്റെ ആത്മാവ് അറിയാം. നമ്മളിവിടെ വെച്ച് കഴിയുന്ന ഓരോ കണ്ണുനീരും അതിന്റെ തുള്ളികളും നഷ്ടമായി പോകുന്നില്ല. നമ്മുടെ ഈ പ്രാർത്ഥനയുടെ ശബ്ദങ്ങൾ അത് ഇന്നല്ലെങ്കിൽ നാളെ ഫലം കാണും, അതൊരിക്കലും നശിച്ചു പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് പ്രയാസങ്ങളുണ്ടോ, വേദനകളുണ്ടോ, ദുഃഖങ്ങളുണ്ടോ, മറ്റ് പ്രതിസന്ധികളുണ്ടോ, പ്രതികൂലങ്ങളുണ്ടോ, ദൈവസന്നിധിയിൽ കടന്നു വരിക, ദൈവത്തോട് പ്രാർത്ഥന. അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്, നമ്മെ കാണുന്ന, നമ്മെ അറിയുന്ന, നമ്മുടെ ഹൃദയ വിചാരങ്ങളെ പോലും നിരീക്ഷിക്കുന്ന ദൈവം. ഇന്ന് രാത്രി നമുക്ക് നമ്മെ തന്നെ ആയിരിക്കും നമുക്ക് ദൈവത്തിന്റെ പാദവർത്തികളിലേക്ക് അടുത്ത് വരാം. ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെന്ന് അനുഭവിച്ചറിയുവാൻ ദൈവത്തെ അങ്ങനെ സഹായിക്കണമേ. അങ്ങനെ സാന്നിധ്യത്തിൽ തിരിച്ചറിയുവാൻ എന്റെ ഹൃദയത്തെയും ശരീരത്തെയും കർത്താവേ വിശുദ്ധീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.